നമസ്കാരം. കേന്ദ്രമന്ത്രിയും കരസേനാ മുൻ മേധാവിയുമായ വി.കെ. സിംഗ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. വി.കെ. സിംഗിന്റെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഇന്ത്യൻ വ്യോമസേന മുൻ മേധാവി എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ഭദൌരിയ മത്സരിക്കും. ബി.ജെ.പിയിൽ ചേർന്നതിനു പിന്നാലെയാണ് ഭദൌരിയയെ സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഗാസിയാബാദിൽ നിന്നാണ് വി.കെ. സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാൺപൂർ എം.പി. സത്യദേവ് പച്ചൌരിയും സ്ഥാനാർത്ഥിയാകില്ലെന്നാണ് വിവരം. വരുൺ ഗാന്ധിക്ക് ഉൾപ്പെടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് വഴി തുറന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വി.കെ. സിംഗ് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഒരു സൈനികൻ എന്ന നിലയിൽ തന്റെ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചതാണ്. കഴിഞ്ഞ 10 വർഷമായി ഗാസിയാബാദിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിച്ചത്. ഈ യാത്രയിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും നന്ദി പറയുന്നു. ഈ വൈകാരിക ബന്ധം തനിക്ക് വിലപ്പെട്ടതാണ്. 2024 തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല. ഈ തീരുമാനം തന്നെ സംബന്ധിച്ച് എളുപ്പമല്ല. പക്ഷേ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത്. തന്റെ ഊർജം വ്യത്യസ്ത വഴികളിലൂടെ രാജ്യത്തെ സേവിക്കാൻ ഉപയോഗിക്കുമെന്നും വി.കെ. സിംഗ് എക്സിൽ കുറിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കാണാറില്ലെന്ന് ഉത്തർപ്രദേശ് PCC അധ്യക്ഷനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ അജയ് റായ്. മണ്ഡലത്തിലെ ജനങ്ങളുമായി മോദിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. നേരത്തെയുള്ള ബി.ജെ.പിയും ഇന്നത്തെ ബി.ജെ.പിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. നേരത്തെ ഒരാൾക്ക് മുഖ്യമന്ത്രിമാരെ വഴിയിൽ നിർത്തി സംസാരിക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിമാരോട് അങ്ങനെ കഴിയില്ല. ബനാറസിൽ നിന്നുള്ള ഒരു പ്രവർത്തകനും മോദിയെ നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല. റോഡിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കേണ്ട സ്ഥിതിയാണ്. ഇതാണ് മോദിയുടെ ബി.ജെ.പി. രാഷ്ട്രീയക്കാരല്ല, കോർപ്പറേറ്റുകളാണ് ആ പാർട്ടി നടത്തുന്നത്. വാരണാസിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച സസ്പെൻസ് കഴിഞ്ഞു. അമേഠിയിലും റായ്ബറേലിയിലും ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് അടുത്ത സസ്പെൻസ്. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരെ 2 മണ്ഡലങ്ങളിലെയും ജനം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അജയ് റായ് പറഞ്ഞു. 3ാമത്തെ തവണയാണ് അജയ് റായ് മോദിക്കെതിരെ മത്സരിക്കുന്നത്. അതേസമയം ദേശീയ മോഹങ്ങളോടെ ഭാരതീയ രാഷ്ട്ര സമിതി അഥവാ BRS എന്ന് പേരുമാറ്റം നടത്തിയ കെ ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി വീണ്ടും തെലങ്കാന രാഷ്ട്ര സമിതി അതായത് TRS എന്ന് ആകാൻ ഒരുങ്ങുന്നു. പേരിന്റെ അപ്പീൽ നഷ്ടമായെന്ന തോന്നൽ കാരണം ആ പേര് തിരിച്ചുപിടിക്കാനുള്ള നിയമവഴികൾ തേടുകയാണ് പാർട്ടി. നവംബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയാണ് പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. 119 സീറ്റിൽ 39 എണ്ണം മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചത്. ഇതോടെ ബി.ജെ.പിയിലേക്കും കോൺഗ്രസിലേക്കും നേതാക്കൾ ഒഴുകാൻ തുടങ്ങി. NDAയിലോ ഇന്ത്യ സഖ്യത്തിലോ ചേരാതെ നിലനിൽപ്പില്ല എന്ന അവസ്ഥയിലാണ് പാർട്ടി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 സീറ്റിൽ 9 എണ്ണം പാർട്ടി നേടിയിരുന്നു. ഇത്തവണ ആ വിജയം ആവർത്തിക്കാനുള്ള ആത്മവിശ്വാസം പാർട്ടിക്കില്ല. തെലങ്കാന സംസ്ഥാനം യാഥാർത്ഥ്യമാക്കിയതിന്റെ പേരിലാണ് പാർട്ടി അടിത്തറ സൃഷ്ടിച്ചത്. BRS എന്ന് പേര് മാറ്റിയതോടെ പാർട്ടിയുടെ ആത്മാവ് ചോർന്നുപോയതായാണ് കണ്ടെത്തൽ. തെലങ്കാന എന്നതാണ് തങ്ങളുടെ വ്യക്തിത്വം, അതെന്തിന് ഉപേക്ഷിക്കണമെന്ന് പാർട്ടി നേതാവായ വിനോദ് കുമാർ ചോദിക്കുന്നു. കെ ചന്ദ്രശേഖര റാവുവിനും ഇതേ അഭിപ്രായമാണെന്നാണ് വിവരം. ദേശീയ രാഷ്ട്രീയത്തിൽ വളരുക എന്ന ലക്ഷ്യത്തോടെ 2022 പേരിൽ നിന്ന് തെലങ്കാന മാറ്റി ഭാരത് എന്ന് ചേർത്തത്. പേരുമാറ്റം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടി അണികൾ തന്നെ തെലങ്കാന എന്ന വാക്ക് ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു എന്നാണ് നേതൃത്വം പറയുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പേരുമാറ്റം സാധ്യമായേക്കില്ല. നിയമപരമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാനത്ത് TRS എന്നും മറ്റിടങ്ങളിൽ BRS എന്നും പേരുപയോഗിക്കാനാവുമോ എന്നും പാർട്ടി പരിശോധിക്കും.